ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നിപ്പോൾ തലസ്ഥാനത്ത് നടക്കുന്ന ആശാ വർക്കർമാരുടെ സമരത്തിൽ എന്തു സംഭവിക്കും എന്നുള്ളതാണ്. അനുനയ നീക്കത്തിൽ സർക്കാരുണ്ട്, പക്ഷേ പൂർണ്ണമായിട്ടും എല്ലാ കാര്യങ്ങളും അംഗീകരിക്കാൻ സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധി സഹായിക്കുന്നില്ല എന്നതാണ് സർക്കാരിൻ്റെ ഒരു നിലപാട്. പക്ഷേയെങ്കിലും ഓണറേറിയം കൂട്ടാതെ ഞങ്ങൾ സമരം പിൻവലിക്കില്ല എന്നാണ് ആശാ വർക്കർമാരുടെ സംഘടനയും പറയുന്നത്. സർക്കാരിൻ്റെ അനുനയ നീക്കങ്ങൾ പാളിയതോടെ സമരം കടുപ്പിക്കുകയാണ് ആശാ വർക്കർമാർ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇന്ന് പ്രതിഷേധ മഹാസംഗമം നടക്കും. സംസ്ഥാനത്തെ മുഴുവൻ ആശാ വർക്കർമാരും സമരത്തിനെത്തണമെന്നാണ് സമരസമിതിയുടെ ആഹ്വാനം. ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കും വരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നും കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ അറിയിച്ചിട്ടുണ്ട്. അതേസമയം സമരത്തിനെതിരായ കോടതി ലക്ഷ്യ ഹർജി ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിലുമുണ്ട്. റഹീസ് റഷീദ് ചേരുന്നു, സമരക്കാർക്കൊപ്പം. റഹീസ്, വെരി ഗുഡ് മോർണിംഗ്. റഹീസ്, തീർച്ചയായിട്ടും സമരക്കാരുടെ ആവശ്യങ്ങൾ ന്യായമാണ്. ഇന്ന് കോടതിയലക്ഷ്യ കേസ് എത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പക്ഷേ പ്രതിഷേധ മഹാസംഗമമാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. സംസ്ഥാനത്തിലെ പലയിടങ്ങളിൽ നിന്നായി ആശാവർക്കർമാരൊക്കെ എത്തിച്ചേർന്ന് തുടങ്ങിയ രാവിലെ. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. ആശാ വർക്കർമാർ എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ സമരത്തിന് വേണ്ടി. നമ്മൾ രാവിലെ വരുമ്പോൾ ഇത്ര ആളുകളില്ല, ഓരോ സ്ഥലത്തു നിന്നും ആളുകൾ എത്തിത്തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 10 മണിയോടുകൂടി ഇന്നത്തെ ദിവസം എത്താനാണ് അവരോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇന്ന സമയം എന്ന് പറഞ്ഞിട്ടില്ല, ഏതെങ്കിലും ഒരു സമയത്ത് വന്നു പോവുക എന്ന തരത്തിലാണ് ഇവരുടെ സമരം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷേ സമരം പൊളിക്കാനുള്ള എല്ലാ ശ്രമവും നടക്കുന്നുണ്ട് എന്ന് ഇവർ സമര സമിതിയുടെ ഭാഗമായിട്ടുള്ള ആളുകൾ പറയുന്നുണ്ട്. ഡേറ്റ് ഇന്നല്ല എന്നൊക്കെ പറഞ്ഞുള്ള മെസ്സേജ് ഉണ്ടെന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായിട്ടും അത് ഇന്നലെ മുതൽ പ്രചരിക്കുന്നുണ്ട്. നമ്മുടെ മഹാസംഗമത്തിൻ്റെ ഡേറ്റിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡേറ്റ് മാറ്റി അത് പ്രചരിപ്പിക്കുന്നുണ്ട്. പിന്നെ സമരത്തിൽ പങ്കെടുക്കരുതെന്ന് പറയുന്നുണ്ട്. അതെ, അവർക്ക് വളരെ ശക്തമായ നിർദ്ദേശം സമരത്തിൽ പങ്കെടുക്കരുതെന്നും. അവർക്കെന്ന് പറഞ്ഞാൽ ആശാ വർക്കർമാരുടെ ഇടയിൽ വളരെ ശക്തമായ ഒരു പ്രചരണം, ഈ സമരത്തിൽ പങ്കെടുക്കരുത്, പങ്കെടുത്താൽ ശക്തമായ നടപടി ഉണ്ടാകും. ആരാ പ്രചരണം നടത്തുന്നത്? അത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ശക്തമായ ഒരു യൂണിയൻ തന്നെയാണ് അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് CPM-ൻ്റെ ഭാഗത്ത് നിന്നാണ് അത്തരം മെസ്സേജുകളും മറ്റുള്ളത്. കുറച്ച് സമയം മുമ്പ് നമ്മളെ മെസ്സേജുകൾ മൊത്തം അവർ കാണിക്കുകയും ചെയ്തിരുന്നു, ഓരോ ലോക്കൽ കമ്മിറ്റികളൊക്കെ നൽകുന്ന മെസ്സേജ്. ചേച്ചി എവിടെ നിന്ന് വരിക? ഞാൻ മാറുന്നല്ലൂർ. പിന്നെ പൈസ സർക്കാർ തരാം എന്ന് 2 മാസമാണല്ലോ ഇപ്പം ഓണറേറിയം പെൻഡിങ് ഉള്ളത്. അത് തരാമെന്ന് പറഞ്ഞാൽ വീണ് തുടങ്ങിയോ? ഇല്ല, ഞങ്ങളെ ഫോൺ വേണമെങ്കിൽ കാണിച്ചു തരാം. ഞങ്ങൾക്ക് ഒരു പൈസയും വന്നിട്ടില്ല. അല്ലെങ്കിൽ ഞങ്ങളിവിടെ ഇരിക്കുമോ? ഞങ്ങൾക്കിപ്പോൾ ആവശ്യം ഓണറേറിയം തരിക എന്നത് മെയിൻ. പക്ഷേ ഞങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ 62 വയസ്സ് കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്ന ആശമാർക്ക് 5 ലക്ഷം രൂപ തന്നേ പറ്റൂ. കാരണം ഞാൻ എൻ്റെ കാര്യം പറയാം. 33 വർഷം കൊണ്ട് ഈ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു ആശാ വർക്കറും ആദ്യം MSS ആയിരുന്നു. 1992 MSS ആയി നമ്മളെ നിയോഗിച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാവിധമായ പ്രവർത്തനങ്ങളും അവർ ഏറ്റുവാങ്ങി. 2007 ആയപ്പോഴേക്ക് ഞങ്ങളെ പിരിച്ചു വിട്ടുകൊണ്ട് ഇതിനകത്ത് മന്ത്രി വീണ ജോർജ് പറയുന്നത് നിങ്ങൾക്കിപ്പം 9,000 രൂപയാണ് കിട്ടുന്നത്, അത് 13,000 ഒക്കെ കിട്ടുന്നുണ്ട് എന്ന് പറയുന്നു. ഇല്ല, അതൊക്കെ വെറുതെയാണ്, അതെല്ലാം വെറുതെയാണ്, അങ്ങനെയൊന്നും കിട്ടുന്നില്ല. നമ്മളെ അക്കൗണ്ട് വേണമെങ്കിൽ പരിശോധിക്കാം. ചേച്ചി, അത് മറ്റു പല ആനുകൂല്യങ്ങൾ, ഇപ്പോൾ ഫോൺ വിളിക്കാനുള്ള അലവൻസ് അങ്ങനെയൊക്കെയാണോ? 200 രൂപയുണ്ട്. അങ്ങനെ തന്നാലും കിട്ടില്ല, എന്നാലും 13 ആവില്ല. അവരൊരു ഫോം അടിച്ചിറക്കിയിട്ടുണ്ട്, ഇത്ര രൂപ ഓരോ ക്രൈറ്റീരിയ വെച്ച് ഇന്ന വർക്ക് ചെയ്താൽ ഇങ്ങനെ. ഒരു 5 കുട്ടികളെ വൈറ്റമിൻ കൊടുത്താൽ 100 രൂപ കിട്ടും. ഒരു വയസ്സിൻ്റെ പൂർണ്ണ ഇഞ്ചക്ഷൻ എല്ലാം എടുത്തിട്ടുണ്ടെങ്കിൽ 100 രൂപ കിട്ടും. ഇങ്ങനെയുള്ളതെല്ലാം കണക്കാക്കി വന്നാലും നമുക്ക് മാക്സിമം ഒരു 10-12 കുട്ടികൾ കിട്ടും എല്ലാം കൂടെ. അങ്ങനെ ആകുമ്പോൾ എത്ര കിട്ടാൻ പോകുന്നത്? പിന്നെ 2,000 രൂപ സംസ്ഥാനത്തിൻ്റെ പൈസ, കേന്ദ്രത്തിൻ്റെ പൈസ, ഇതെല്ലാം കൂടി കണക്കാക്കിയാലും നമുക്ക് കിട്ടില്ല. നിങ്ങളുടെ ആവശ്യം അംഗീകരിക്കുന്നത് വരെ ഇവിടെ ഇരിക്കാനാണ്? ഇവിടെ ഇരിക്കും. ഞങ്ങൾ മരിച്ചാലും ഇവിടെ ഇരിക്കാമെന്ന് തന്നെ തീരുമാനിച്ചു. ഞങ്ങൾക്ക് ഈ പൈസ കിട്ടാതെ ഞങ്ങൾ പോകില്ല. എന്ന് വെച്ചാൽ എനിക്ക് 56 വയസ്സായി. ഈ 62 വയസ്സെന്ന് പറയുന്നത് ഇനി 6 വർഷം കൊണ്ട്. ഞങ്ങൾ ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ എവിടെ പോവും? തെരുവിൽ ഇറങ്ങേണ്ട ഒരു അവസ്ഥയാണ്. മക്കൾ നോക്കുമെന്നുള്ള യാതൊരു പ്രതീക്ഷ. ഈ സമയത്ത് പോലും കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് വെറും 9,000 രൂപയാണ്. അതുകൊണ്ട് 9,000 രൂപ അത് നമുക്ക് അതാത് മാസം കിട്ടിയെങ്കിൽ അങ്ങനെയെങ്കിൽ അതും ഇല്ല. 7,000 രൂപ 3-4 മാസം കൂടുമ്പോൾ ഒരു 7,000 രൂപ വരും. അത് കഴിഞ്ഞുള്ള ഇൻസെൻറ്റീവ് പിന്നും 2 മാസം കഴിയുമ്പോൾ ഒരു ഇൻസെൻറ്റീവ് തരും. ഇവരിങ്ങനെ ഇട്ട് പിടിച്ച് ഞങ്ങളെ ഇത്രത്തോളം കഷ്ടപ്പെടുത്തണം. ഞങ്ങൾ ഈ സമരം ബലപ്പെടുത്തിക്കൊണ്ട് ഇത് എന്ന് ഞങ്ങൾക്ക് ഈ തീരുമാനങ്ങൾ അംഗീകരിച്ച് തരുമോ എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇവിടെ നിന്ന് പോകും. 9,000 രൂപയുടെ പണിയോ ഉള്ളോ നിങ്ങൾക്ക്? 9,000 രൂപയുടെ പണിയല്ല.
ഞങ്ങൾക്ക് 24 മണിക്കൂറും പണിയാണ്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഞങ്ങളെ വിളിക്കും, അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. പഞ്ചായത്തിൽ നിന്ന് ഞങ്ങളെ റിപ്പോർട്ട് വിളിക്കും. ഇവരുടെ പഞ്ചായത്തിൻ്റെ എന്ത് കാര്യം വന്നാലും അവിടെ ആളെ തയ്ക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ വിളിക്കും. ഞങ്ങൾക്കിപ്പോൾ സർവേയാണ്, NCD സർവേ എന്ന് പറഞ്ഞ് 30 വയസ്സിൻ്റെ മേളിലോട്ടുള്ള സകലരെയും പ്രഷറുണ്ടോ, ഷുഗറുണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ, അവർക്ക് എത്ര വർഷമായി തുടങ്ങിയിട്ട്, അവർ പ്രൈവറ്റിലാണോ പോകുന്നത്, ഗവൺമെൻറ്റിലാണോ പോകുന്നത്, 62 ക്വസ്റ്റ്യൻ ഉണ്ട് ഒരാളെക്കുറിച്ച്. തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ മാതൃശിശു കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. നിങ്ങൾ ഫ്രീ ആയുള്ള സമയത്ത് 1-2 മണിക്കൂർ ചിലവിട്ടും തുടങ്ങിയാൽ എന്ന് പറഞ്ഞല്ലേ നിങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമാണ്? അതെ, നമ്മളോട് പറഞ്ഞിരുന്നത് ആഴ്ചയിൽ 4 ദിവസം 3 മണിക്കൂർ എന്നാണ് ആദ്യം നമ്മളുടെ ആശമാരുടെ പ്രവർത്തന രീതി പറഞ്ഞിരുന്നത്. ഇപ്പം ഞങ്ങൾക്ക് പറയുകയാണെങ്കിൽ 24 മണിക്കൂർ ഞങ്ങൾക്ക് തികയാതെ വന്നിരിക്കുകയാണ്. ഒന്നിന് മേലെ ഒന്നായിട്ട് അവർ ഓരോ സർവേകൾ അടിച്ചേൽപ്പിക്കുകയും ഞങ്ങളുടെ അടിമകളെപ്പോലെ പണിയെടുപ്പിച്ച് ഞങ്ങളുടെ വീട്ടിലെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ പോലും നടത്താനുള്ള സാവകാശം ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഒരു ജോലി ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ട് വീടിൻ്റെ പടി കയറുന്ന ഉടനെ അടുത്ത പരിപാടി ഇങ്ങോട്ട് തരുവാണ്. അപ്പോൾ നമുക്ക് ഒന്നും നിവർന്ന് നിൽക്കാൻ പോലുമുള്ള സാവകാശം തരുന്നില്ല. അതുപോലെ പണിഭാരമാണ്. അതാണ് അരുൺ, വെറും 7000 രൂപ സംസ്ഥാന സർക്കാർ ഓണറേറിയം ആയിട്ട് കൊടുക്കുന്നു. 2000 രൂപ കേന്ദ്ര സർക്കാർ ഇൻസെൻറ്റീവായിട്ടും കൊടുക്കുന്നു. അതുപോലെ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഇൻസെൻറ്റീവ് 3 മാസത്തെ നവംബർ, ഡിസംബർ, ജനുവരി ഇവർക്ക് കിട്ടാനുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ ഓണറേറിയം 2 മാസത്തേക്കും കിട്ടാനുണ്ട്. അത് ഇന്നും കൊടുത്തു തുടങ്ങുമെന്നാണ് പറയുന്നത്. അപ്പം സ്വാഭാവികമായും നമ്മൾ വിചാരിക്കുക 9000 രൂപ വളരെ കുറഞ്ഞ തുകയാണ്, എങ്കിലും 9000 രൂപ കിട്ടുമല്ലോ എന്നാണ് സ്വാഭാവികമായും നമ്മൾ വിചാരിക്കുക. പക്ഷേ ഇവരുടെ കാര്യം അങ്ങനെയല്ല. ഈ 7000 രൂപ സംസ്ഥാന സർക്കാർ കൊടുക്കുന്നത് 7000 രൂപയ്ക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്താൽ 600 രൂപ, മീറ്റിങ്ങിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ 300 രൂപ, അങ്ങനെ ഓരോ ഇപ്പോൾ മാതൃശിശു സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് 600 രൂപ, പ്രായം ചെന്ന ആളുകളുടെ 50 വീടുകൾ സന്ദർശിക്കുന്നതിന് 300 രൂപ. ഞാൻ ഒരു കണക്ക് പറയുകയാണ്, അതല്ല എക്സാക്ട് തുക. അങ്ങനെ 10-11 കാര്യങ്ങൾ ചെയ്താൽ അതിലൊരു കാര്യം ഇവർ ആ കാലയളവിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഈ പറയുന്ന 7000 രൂപ കിട്ടില്ല. അതിൽ നിന്ന് ഒരു 600 രൂപ ആണ്. ഒരു കാര്യം ചെയ്യാതിരുന്നാൽ അതിന് 600 രൂപയാണെങ്കിൽ ആ 600 രൂപ കഴിച്ചിട്ടേ കിട്ടുള്ളൂ. ഇൻസെൻറ്റീവിൻ്റെ കാര്യത്തിലും 3 കാര്യങ്ങൾ ചെയ്താലാണ് ഇവർക്ക് 2000 രൂപ കിട്ടുക. അതിലേതെങ്കിലും വിട്ടുപോയാൽ ആ പൈസ കിട്ടില്ല എന്നൊരു പ്രശ്നം യാഥാർത്ഥ്യമാണ്. 21,000 രൂപയായിട്ടൊക്കെ അത് വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല എന്ന് നമുക്കറിയാം. ഈ 5 ലക്ഷം രൂപ റിട്ടയർമെന്റ് ബെനിഫിറ്റ് ആയിട്ട് കിട്ടുമോ എന്ന ചോദ്യവും ബംഗാളിൽ അത് കൊടുക്കുന്നുണ്ട് എന്നത് വസ്തുതയാണെങ്കിൽ പോലും നിലവിലുള്ള സാമ്പത്തിക സാഹചര്യത്തിൽ അത് കിട്ടാനുള്ള സാധ്യത കുറവായിരിക്കും. പക്ഷേ ഈ 7000 രൂപ സംസ്ഥാന സർക്കാരിൻ്റെ ഓണറേറിയം എന്നുള്ളതൊരു 10,000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചാൽ അവർ സമരം അവസാനിപ്പിക്കുമോ? അത് ഇവിടുത്തെ സമരസമിതിയുടെ ആളുകളുമായി സംസാരിക്കുമ്പോഴേ നമുക്കതിനകത്തൊരു വ്യക്തത കിട്ടും. എന്തായാലും അവർ കുറച്ച് സ്വാഭാവികമായും 21,000 അവരുടെ ഒരു ഡിമാൻഡാണ്. അത് ആ അർത്ഥത്തിൽ തന്നെ അംഗീകരിക്കണം എന്നില്ല. ഈ സമരസമിതിയുമായി ബന്ധപ്പെട്ട ആളുകൾ ഇവിടെയുണ്ട്. നിങ്ങളുടെ സമരത്തിൽ ഇപ്പം നമ്മൾ ഒരു 21,000 രൂപയാക്കണം എന്നതാണല്ലോ ആവശ്യം. അതൊരു സർക്കാർ 21,000 തന്നെ തരുന്നില്ല, അതിലൊക്കെ കുറച്ചേ തരാം എന്നൊക്കെ പറഞ്ഞാൽ സമരം അവസാനിപ്പിക്കുമോ? ഇല്ല, അതെങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ 11 ദിവസം പിന്നിടണമായിരുന്നു, ഇത്രയും ബുദ്ധിമുട്ട് സഹിക്കണമായിരുന്നു. ഞങ്ങളുടെ ഡിമാൻഡുകൾ പൂർണ്ണമായിട്ട് അംഗീകരിക്കാതെ ഞങ്ങൾ ഈ അനന്തപുരിയുടെ മണ്ണിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമേ ഇല്ല. ഇപ്പം കുറേ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ അക്കൗണ്ടുകളിൽ 21,000 വന്നു, 30,000 വന്നു എന്നൊക്കെ. ഉപാധികളില്ലാതെ ഞങ്ങൾക്ക് 2 മാസത്തെ ഓണറേറിയം അനുവദിച്ചെന്നൊക്കെ. എന്തിനാ ഈ വ്യാജ പ്രചരണം? അതാണ് അവർ ആത്മാർത്ഥമായി തന്നെ ആ പണം കിട്ടും അല്ലെങ്കിൽ അത് കിട്ടണം എന്ന് എനിക്ക് തോന്നുന്നു. സ്വാഭാവികമായി ഇപ്പോൾ രാഷ്ട്രീയക്കാരല്ലല്ലോ ഇവർ. ഇപ്പോൾ രാഷ്ട്രീയക്കാർ ഒരു കാര്യം നേരിടണോ, ഒരാവശ്യം നേടിയെടുക്കാൻ 10 ആവശ്യം പറയും, അതിൽ 3 ആവശ്യം കിട്ടിയാൽ അവർ പോകും. പക്ഷേ ഇവർ ആത്മാർത്ഥമായി തന്നെ ആണ് 21,000 ചോദിക്കുന്നതെന്നാണ് സംസാരിക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, റഹീസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല മാനദണ്ഡങ്ങളിലൂടെയാണ് ഇവർക്ക് ഓണറേറിയം കിട്ടുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ആശാ വർക്കർമാരുടെ സമരത്തിന് ന്യായമുണ്ട്, അവരുടെ ആവശ്യം ന്യായമാണ് എന്ന് തന്നെയാണ് നമ്മൾ പറയുക. പക്ഷേ അത് ഇനിയിപ്പോൾ കോടതിയലക്ഷ്യ കേസായിട്ട് ഹൈക്കോടതി പരിഗണിക്കുക കൂടി ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. അതിനിടയിലാണ് പ്രതിഷേധ മഹാസംഗമം നടക്കുന്നത്. കേരളത്തിലെ ഗ്രാമങ്ങളുടെ ആരോഗ്യത്തിന് തുടിപ്പ് നിലനിർത്തുന്ന നമ്മുടെ ആശാ വർക്കർമാർക്ക് മാന്യമായി ജീവിക്കാൻ ആവശ്യമായിട്ടുള്ളൊരു തുക സംസ്ഥാന സർക്കാർ നൽകണം. 1000 രൂപയായിരുന്നത് 7000 രൂപയായിട്ട് പിണറായി സർക്കാരാണ് വർദ്ധിപ്പിച്ചത് എന്നുള്ള പ്രചരണം കണ്ടു. അത് ശരിയുമാണ്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് അവർ ആവശ്യപ്പെടുന്നത് അവരുടെ ജോലി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കൊണ്ടും അവരുടെ കുടുംബം കഴിയണം. ഇത് 233 രൂപയ്ക്ക് എങ്ങനെയാണ് ഒരു കുടുംബം കഴിയുക എന്നാണ് അവർ ചോദിക്കുന്നത്. ശരിയാണ് ആ ചോദ്യം. അപ്പോൾ അതുകൊണ്ട് മാന്യമായൊരു വേതനം അവർക്ക് നൽകുക, അവരെ നമ്മളുടെ സഹജീവികളായി തന്നെ പരിഗണിക്കുക എന്നുള്ളത്